ഓക്കെ, നമ്മൾ ബാങ്ക് റിക്കൺസിലിയേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ ഇത് വേർഷൻ 16 ചെയ്യുന്നത്. അക്കൗണ്ടിങ് ഓപ്പൺ ആക്കുന്നു. അക്കൗണ്ടിങ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ എത്രയാണോ ബാങ്ക് ഉള്ളത് അത്രയും ബാങ്ക് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഇവിടെ സാമ്പിളായിട്ട് ഒരു ബാങ്ക് ഉണ്ട്. റിക്കൺസിൽ 8 ഐറ്റംസ് റിക്കൺസിൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ബാലൻസും ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ റിക്കൺസിൽ 8 ഐറ്റംസ്, ആ 8 ഐറ്റംസിലേക്ക് ഒന്ന് പോകുന്നു, ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഫിൽറ്റർ ചെയ്തിട്ടുണ്ട്, നോട്ട് മാച്ച്ഡ് ആണ്. അതായത് മാച്ച്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കാണിക്കില്ല, കാരണം ഫിൽറ്റർ ചെയ്തിരിക്കുന്നത് നോട്ട് മാച്ച്ഡ് ആണ്. ഞാൻ നോട്ട് മാച്ച്ഡ് മാത്രം തന്നെ എടുക്കുന്നു. ഇനി റിക്കൺസിൽ ചെയ്യുന്നത് ഇപ്പോൾ ഓരോ എൻട്രി ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് റിക്കൺസിൽ ചെയ്യണം. ഉദാഹരണത്തിന് ഞാനിവിടെ ഈ 650 എന്ന് പറയുന്ന അസൂർ ഇൻറ്റീരിയർ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ഇത് നമ്മൾക്ക് കിട്ടിയതാണ്. കാരണം ബ്ലാക്കിലാണ്, റെഡിലല്ല. അപ്പം അത് മാത്രമല്ല മൈനസ് ഫിഗർ അല്ല. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ആയിരുന്നില്ല, വലതുവശത്തൊരു ലൈൻ വന്നിട്ടുണ്ട്, അത് സെലക്ഷനാണ്. ഇവിടെ ഓട്ടോമാറ്റിക്കായി നമ്മൾ വന്നിട്ടുണ്ട്, അസൂർ അവിടെ സെലക്ട് ചെയ്ത് വന്നിട്ട് അസൂർ സെലക്ട് ചെയ്ത് അക്കൗണ്ട്സ് റിസീവബിൾ നിന്ന് സെലക്ട് ചെയ്ത് വന്നിട്ടുണ്ട് 650. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ അത് ഉറപ്പിച്ചിട്ട് അത് തന്നെയാണെങ്കിൽ നോക്കുക. അതല്ലെങ്കിൽ ഈ മാച്ച് എക്സിസ്റ്റിംഗ് എൻട്രീസിൽ ഇവിടെ നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള സാധനങ്ങളുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അതെല്ലാം മാച്ച് ആയിട്ടില്ലെങ്കിൽ നമ്മൾ അത് സെലക്ട് ചെയ്യണം. അത് ഞാൻ അടുത്തതിൽ പറയാം. ഇവിടെ വാലിഡേറ്റ് അടിക്കുക. ഓക്കെ, ഇപ്പം അക്കൗണ്ട്സ് റിസീവബിളാണ് പോവുക, കാരണം പാർട്ടീൻ്റെ അക്കൗണ്ട്സ് റിസീവബിൾ അക്കൗണ്ട്സ് പേയബിൾ ആയിരിക്കും. വാലിഡേറ്റ് അടിച്ചു, ആ 650 അവിടെ നിന്ന് പോകും, വാലിഡേറ്റ് ആയി, അത് പോയി. ഓക്കെ, ഇനി അടുത്തതൊന്ന് ബാങ്ക് ഫീസ്. ഇവിടെ 3248 സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ബാങ്ക് സസ്പെൻസ് അക്കൗണ്ട് എന്നിട്ട് അത് വന്നിട്ടുള്ളത്. ഓക്കെ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാച്ച് ആക്കാനൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ എൻട്രി ഇട്ടിട്ടുണ്ടാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നതാണ്. അപ്പം മാനുവൽ ഓപ്പറേഷൻസിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ബാങ്ക് ഫീസ് നറേഷനൊക്കെ അത് തന്നെയാണ്. ഇനി ഇവിടെ നമ്മൾ ഇവിടെയാണ് നമ്മൾ മാനുവലിലാണ് ഉള്ളത്. നമ്മൾ ഓപ്ഷൻ മാനുവൽ ഓപ്പറേഷൻസിലാണ് ഉള്ളത്. അവിടെ ബാങ്ക് ചാർജസിൻ്റെ ലെഡ്ജർ ഏതാണ് നമ്മളത് സെലക്ട് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിലൂടെ ഇപ്പോൾ ബാങ്ക് ഫീസ് ഇത് ഞാൻ ഉണ്ടാക്കിയല്ല, ഇത് ഡെമോ ആണ്. അതിൽ ബാങ്ക് ഫീസ് എന്ന് പറഞ്ഞിട്ടുള്ള ലെഡ്ജർ ഞാൻ അതിലേക്ക് ഇടുന്നു, വാലിഡേറ്റ് അടിക്കുന്നു. ആ എൻട്രി വാലിഡേറ്റ് ആയിപ്പോയി. സിസ്റ്റം സ്ലോ ആയതുകൊണ്ടാണ്. ഇനി ഇവിടെ അസൂർ തന്നെ വേറൊരു എമൗണ്ട് 2000 വന്നിട്ടുണ്ട്. ഓക്കെ, അതിലിപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അസൂർ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നതുകൊണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ കൃത്യമായിട്ട് പാർട്ടീൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പേര് കൃത്യമായി വന്നതുകൊണ്ട് നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ സാധാരണ ഇതിൽ അങ്ങനെ വരാറില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കറക്റ്റ് പിടിക്കും. ഇനി പിടിച്ചിട്ടില്ലെങ്കിൽ ഇത് എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് നമുക്ക് നോക്കാം. ഞാൻ ഈ എൻട്രി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു മാച്ച് ആയിട്ടുള്ള സാധനം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2000 സെലക്ട് ചെയ്യുമ്പോൾ അത് പേരുള്ളത് കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ തന്നെ വരുന്നുണ്ട്. ഓക്കെ, അതില്ല എങ്കിൽ ഇപ്പം നമ്മൾക്ക് അസൂർ അല്ല എന്ന് പറയും, നമ്മൾ മറ്റൊരു സപ്ലയറാണ് എങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മാനുവൽ ഓപ്പറേഷൻസിൽ പോയി ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യണം പാർട്ടീനെ. ഇപ്പം അനിറ്റൽ ഒലിവർ എന്ന് പറയുന്ന ഒരു പാർട്ടീൻ്റെ പേര് ഞാൻ സെലക്ട് ചെയ്തു. അത് അക്കൗണ്ട്സ് റിസീവബിളായി വാലിഡേറ്റ് അടിച്ചു. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, റിക്കൺസിൽ ചെയ്യാം. ഇനി അതുപോലെ ഇനീഷ്യൽ ബാലൻസ് എടുക്കട്ടെ. ഡിക്കോ അഡിക്റ്റിൻ്റെ ആയാലും പേയ്മെൻറ്റാണ്. ഇനി ഒരു ഡിക്കോ അഡിക്റ്റിൻ്റെ ഒരു 750. ഓക്കെ, നോർമലി ഒരു പാർട്ടിയിൽ നിന്ന് കിട്ടിയത് 2 പാർട്ടിക്ക് അലോക്കേറ്റ് ചെയ്യേണ്ടി വരാറില്ല. ചിലപ്പം ഒരേ ഓണർഷിപ്പുള്ള 2 കമ്പനിയിലുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ചെയ്യാം. അതൊരു ശരിയായ മെത്തേഡല്ല എങ്കിലും ഇങ്ങനത്തെ കേസിലാണെങ്കിൽ ഇപ്പം 750 ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഡിക്കോ അഡിക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഡിക്കോ അഡിക്റ്റ് വന്ന സ്ഥിതിക്ക് നമ്മളിവിടെ മാനുവൽ ഓപ്പറേഷൻസിൽ ഞാൻ പോയിട്ട് ഡിക്കോ അഡിക്റ്റിന് 750 മൈനസ് 750 അല്ല ഞാൻ പറയുന്നത്, -500 ഞാൻ കൊടുക്കുന്നു. സോറി, അത് ആ പാർട്ടീൻ്റെ കാർഡ് ഓപ്പൺ ആയതാണ്. ഓക്കെ, സെലക്ട് ചെയ്യുന്നു, ഞാൻ -500 കൊടുക്കുന്നു. -500 കൊടുക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടെ -500 കൊടുക്കുന്നു. തൊട്ടടുത്ത് ബാക്കി 250 എന്താണെന്നുള്ള രീതിയിൽ വന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വെണ്ടർക്ക്, അങ്ങനെ വരാറില്ല, അങ്ങനെ വരുന്ന കേസുകളുണ്ടെങ്കിൽ അത് ലെഡ്ജർ കേസാണെങ്കിലും അങ്ങനെ തന്നെ ബാങ്ക് ചാർജസിലേക്ക് 100 പോകണം, ബാക്കി 150 വേറെ എവിടെയെങ്കിലും പോകണം, അങ്ങനെ ചെയ്യാം. ഓക്കെ, അവിടെ ഇപ്പോൾ ഡിക്കോ അഡിക്റ്റ് 500 ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മാനുവൽ ഓപ്പറേഷൻസിൽ നമ്മളിവിടെ മറ്റൊരു പാർട്ടീനെയും സെലക്ട് ചെയ്യുന്നു, അസൂർ ഇൻറ്റീരിയറും സെലക്ട് ചെയ്തു. ഇപ്പോൾ ഡിക്കോ അഡിക്റ്റ് 500 ആണ്, 250 നമ്മൾ ഇതിൽ ചാർജ് ചെയ്തു, വാലിഡേറ്റ് അടിക്കുന്നു. ഓക്കെ, അപ്പം ആ ഒരു കാര്യവും ക്ലിയറായി. ഈ രീതിയിലാണ് ബാങ്ക് റിക്കൺസിലിയേഷൻ നമ്മൾ ചെയ്യേണ്ടത്.